ഇന്ന് എൻ്റെ കഥയാണ്. ഞാൻ മൂത്തോൻ, നിങ്ങളുടെ വല്യേട്ടൻ. നായക പരിവേഷമില്ലാതെ ഒരു ജീവിത കഥ മുഴുനീളം മുന്നോട്ട് നയിക്കുന്നതും, എന്നാൽ നായക പരിഗണന പോയിട്ട് അണിയറയ്ക്ക് പിന്നിൽ ക്ലാപ്പ് ബോർഡിന് ചുക്കാൻ പിടിക്കുന്ന ഒരുവന്റെ വില പോലും ഈ യാത്രയിൽ വല്യേട്ടന് സ്ഥാനം ലഭിച്ചേക്കില്ല. പിതാവിന് പലചരക്ക് കടയായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും പിതാവിനൊരു ആശ്രയമാവട്ടെ എന്ന തീരുമാനത്താൽ ഞാൻ എൻ്റെ തുടക്കം ആരംഭിച്ചു. എനിക്ക് താഴെയുള്ളവരെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് മുതൽ വീട്ടിലെ കന്നുകാലിക്കും മറ്റു വളർത്തുമൃഗങ്ങൾക്കും കാര്യസ്ഥൻ ഞാനായി. ആയിടെയാണ് പിതാവിൻ്റെ കടക്കെണിയും അത് താങ്ങാനാവാതെ ഹൃദയം പൊട്ടിയുള്ള മരണവും. എല്ലാവരുടെയും പ്രതീക്ഷ ഞാനായി മാറി. പിന്നീട് അങ്ങോട്ട് വെറും യാന്ത്രികമായി ഞാൻ ചലിച്ചു. സഹോദരങ്ങളുടെ പഠനവും അവർക്ക് ആവശ്യമുള്ളതെല്ലാം കണ്ടെത്താനുള്ള നെട്ടോട്ടമായിരുന്നു. കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പലചരക്ക് കട വിൽക്കേണ്ടി വന്നു. നൂലിൽ കെട്ടിയ പാവകളി പോലെയായിരുന്നു പിന്നീടങ്ങോട്ട് എൻ്റെ ജീവിതം. സഹോദരങ്ങളുടെ വിദ്യാഭ്യാസത്തിനും തുടർന്നുള്ള ചിലവിനുമായി ചെറുതും വലുതുമായ ജോലികളിൽ ഏർപ്പെട്ടു. സ്വന്തം ആഗ്രഹങ്ങളും സന്തോഷങ്ങളും മാറ്റിവെക്കേണ്ടി വന്നു. ആകെ ആസ്വദിച്ചിരുന്നത് എൻ്റെ പ്രണയിനിക്കൊപ്പമുള്ള ചില നിമിഷങ്ങളായിരുന്നു. അവളുടെ കരുതലും സ്നേഹവും എൻ്റെ ജീവിതത്തിൽ കുളിർമഴയായി പെയ്തു. ഓരോ ദിവസവും എന്നെ ഊർജ്ജസ്വലനാക്കുന്നത് അവളോടൊപ്പമുള്ള ഇത്തിരി നേരത്തെ സംഭാഷണമായിരുന്നു. കാലം തെറ്റിയോടിയ എൻ്റെ ജീവിതം അവളെയും നഷ്ടപ്പെടുത്തി. രാപ്പകലില്ലാണ്ട് അധ്വാനിച്ചു. ഇഷ്ടപ്പെട്ട ഭക്ഷണമോ വസ്ത്രമോ ഞാൻ ഇന്നേ വരെ സ്വന്തമാക്കിയിട്ടില്ല. എൻ്റെ കുടുംബം എൻ്റെ പ്രാണനായിരുന്നു. കഥകൾ പറയാനോ കടങ്ങൾ ചോദിക്കാനോ കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. വല്യേട്ടൻ്റെ ഈ കുപ്പായം എന്തെങ്കിലും ഒന്ന് അഴിച്ചു വെക്കണമെന്നുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോൾ കാണുന്ന എൻ്റെ കൂടപ്പിറപ്പിൻ്റെയും മാതാവിൻ്റെയും മുഖം എന്നെ അതിനനുവദിച്ചില്ല. വല്യേട്ടൻ്റെ ഈ കുപ്പായത്തിന് നല്ല ഭാരമുണ്ട്. കണ്ണീരിൻ്റെ ഭാരം, കഷ്ടപ്പാടിൻ്റെ ഭാരം, ത്യാഗത്തിൻ്റെ ഭാരം. സ്വപ്നം കണ്ടതൊക്കെയും ഇന്ന് ഞാൻ നേടി. വീട്, സഹോദരങ്ങളുടെ പഠനം, അവരുടെ കല്യാണം. എൻ്റെ കണക്ക് പുസ്തകം ഞാൻ ആർക്കു മുമ്പിലും ഇന്നേ വരെ തുറന്നു കൊടുത്തിട്ടില്ല. അതിൽ എൻ്റെ സ്വപ്നങ്ങളുടെ കണക്ക് ഇപ്പോഴും ബാക്കിയാണ്. ഇന്നെല്ലാവരും അവരുടെ തിരക്കുകളിലേക്കായി നീങ്ങി. ഈ വല്യേട്ടൻ എന്നും ഈ ഉമ്മറപ്പടിയിൽ തന്നെയുണ്ട്. അവർക്ക് കാവലായി, കരുതലായി എന്നും.